ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോം റെസിപ്പി വേൾഡ്. ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് പുഡിംഗ് റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആൻഡ് സൂപ്പറായിട്ടുള്ളൊരു 3 ഇൻഗ്രീഡിയൻറ്റ് റെസിപ്പിയാണിത്. നമ്മളിതിനു മുമ്പ് നമ്മുടെ ചാനലിൽ 3 ഇൻഗ്രീഡിയൻറ്റ് കേക്കിൻ്റെയൊക്കെ റെസിപ്പി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതിനെ സ്നോ പുഡിംഗ് എന്നും വിളിക്കാം, കാരണം അത്ര ടേസ്റ്റിയും അത്ര വായിലിട്ട അലിഞ്ഞു പോകുന്ന ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് ഇത് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് നമ്മൾ 1/2 കപ്പ് പാലൊഴിച്ചാണ്, ഒരു പാക്കറ്റിന് ഒരു 1/2 കപ്പ് പാലൊഴിച്ചാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതേപോലത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഐസ് ഇട്ട് തണുത്ത വെള്ളം വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം വെച്ച് വിപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനിപ്പം 1 കപ്പ് പാല്, നല്ല തണുത്ത പാലായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ നല്ല തണുത്ത 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ്. ഇനി ഇത് കറക്റ്റ് 4 മിനിറ്റിൽ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല പീക്സ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഏത് വിപ്പിംഗ് പൗഡറാണോ യൂസ് ചെയ്യുന്നത് ആ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം നമ്മളതിനെ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഈ ഒരു പാക്കറ്റിൽ നമ്മൾ 1/2 കപ്പ് പാലാണ് ഒരു പാക്കറ്റിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഏകദേശം 2 പാക്കറ്റിന് 1 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പം ഏകദേശം 4 മിനിറ്റ് ആവുന്നുണ്ട്. 4 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം അത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രത്തിലേക്ക് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല തണുത്ത പാലിനകത്ത് മുക്കിയിട്ട് ആദ്യമത്തെ ഒരു ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നോർമൽ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ബിസ്ക്കറ്റ് ആണോ ആ ഫ്ലേവർ ബിസ്ക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓറിയോ ബിസ്ക്കറ്റോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യമത്തെ ലെയർ നമുക്ക് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് പൗഡറിൻ്റെ അകത്ത് ഓൾറെഡി മധുരം ഉണ്ട്, അത് കാരണം ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ സെക്കൻഡ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറാണ് കൊടുക്കുന്നത്. അപ്പം വിപ്പിംഗ് ക്രീം ഇച്ചിരി നല്ലതുപോലെ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ ബിസ്ക്കറ്റ് ഇതുപോലെ തണുത്ത പാലിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ എഗെയിൻ വിപ്പിംഗ് ക്രീം. അങ്ങനെ ഞാനിവിടെ 3 ലെയർ ബിസ്ക്കറ്റും 3 ലെയർ വിപ്പിംഗ് ക്രീമുമാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇപ്പോൾ 2 ലെയർ ആണെങ്കിൽ 2 ലെയർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിപ്പോൾ ബിസ്ക്കറ്റിൻ്റെയും ക്രീമിൻ്റെയും ഒരു 3 ലെയറോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ് പുഡിങ്. അപ്പോൾ ആകെ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന പാല്, ബിസ്ക്കറ്റ്, അതേപോലെ വിപ്പിംഗ് പൗഡർ. അപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ് സൂപ്പർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പൊന്നുമല്ല, പിന്നെ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.